യാ അയ്യുഹല്ലദീന ആമനു, ഏ സത്യവിശ്വാസികളെ, കുതിബ അലൈക്കുമുസ് സിയാമു, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുകയാണ്. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളതായ എല്ലാ ഉമ്മകൾക്കും എല്ലാ സമൂഹങ്ങൾക്കും നിർബന്ധമാക്കപ്പെട്ടതുപോലെ തന്നെ ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായി മാറാൻ വേണ്ടിയാണ്. അപ്പോൾ തഖ്വയുള്ളവരായി മാറുക എന്നതായ ആ പ്രത്യേകതയാണ് നമ്മൾ എന്നിട്ട് ഉടലെടുക്കേണ്ടത് ഈ മാസത്തിൽ. അഥവാ മറ്റു മാസങ്ങളിലൊക്കെ നാം തഖ്വ ഉള്ളവരാണെങ്കിലും തഖ്വയോട് കൂടിയാണ് ജീവിക്കുന്നതെങ്കിലും അതിലെല്ലാം ധാരാളം വീഴ്ചകൾ നമ്മളിൽ വന്നുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ ആധുനിക യുഗത്തിൽ മുസ്ലിം ജീവിക്കുമ്പോൾ ആ മുസ്ലിമിന് തഖ്വയോട് കൂടി ജീവിക്കാൻ ധാരാളം പ്രയാസമുണ്ട്. അങ്ങനെയുള്ള പ്രയാസങ്ങളെയെല്ലാം തരണം ചെയ്തുകൊണ്ടായിരുന്നു നാം തഖ്വയെ സ്ഥാപിക്കാൻ വേണ്ടി തഖ്വയുള്ളവരായി മാറാൻ വേണ്ടി പാടുപെടാറുള്ളത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി വിശുദ്ധ റമദാനിലൂടെ അതിനു വേണ്ടി കളമൊരുക്കി തരികയാണ്, അതിനുവേണ്ടി ചുറ്റുപാടുണ്ടാക്കി തരികയാണ്. തഖ്വ നമ്മുടെ ഭാഗത്തു നിന്നിട്ട് ഉടലെടുക്കാൻ നമുക്ക് മറ്റു മാസങ്ങളെക്കാൾ കൂടുതൽ ലളിതമായ രൂപത്തിൽ തഖ്വ കൈക്കൊള്ളാനുള്ളതായ ചാൻസുകൾ ഉണ്ടാക്കി തരികയാണ്. മക്കാ ഇമാം പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിശാചിനെ അറസ്റ്റ് ചെയ്യുകയാണ് ഈ മാസത്തിൽ. പിശാചികളിൽ നിന്നിട്ട് പോക്കിരിമാരായ അവരിൽ നിന്നിട്ട് ഇഫ്രീത്തുകളായ പിശാചികളെ എന്ന് വേറെ റിപ്പോർട്ടുകളുണ്ട്. അവരെല്ലാം അറസ്റ്റ് ചെയ്യപ്പെടുന്നതോടുകൂടി നമ്മുടെ ശത്രുക്കളുടെ എണ്ണം നമുക്ക് തഖ്വ സ്ഥാപിക്കാൻ, തഖ്വ നമ്മുടെ ജീവിതത്തിൽ സ്ഥിരീകരിക്കാൻ, തഖ്വ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി മാറ്റാനുള്ളതായ തടസ്സങ്ങളെല്ലാം നമുക്ക് നീങ്ങുന്നു എന്നർത്ഥം. അപ്പോൾ നമുക്ക് തഖ്വ അള്ളാഹുവിന്റെ മുമ്പിൽ സ്ഥാപിക്കാൻ വേണ്ടി, അള്ളാഹുവിനെ ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെടാൻ വേണ്ടിയുള്ളതായ എല്ലാ ചുറ്റുപാടുകളും ഈ മാസത്തിലൂടെ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു നമുക്ക് നൽകുന്നു, ഉണ്ടാക്കി തരുന്നു.